ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സിക്സ്ത് സെമസ്റ്ററിലെ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ എല്ലാ മൊഡ്യൂൾസിലെയും ഇമ്പോർട്ടൻറ്റ് തിയറി നോട്ട്സും ഞാനിവിടെ ഷോർട്ട് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഈ ഒരു സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ്. എക്സാമിന് നമ്മൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ജോബ് കോസ്റ്റ് ഷീറ്റ് എന്താണെന്ന് പഠിക്കുക, EBQ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി പഠിക്കുക, കോൺട്രാക്റ്റ് അക്കൗണ്ട്. ഈ ഒരു മൊഡ്യൂളിൽ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ 50 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലമാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് മൊഡ്യൂൾ വരുമ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ഒരു പോർഷൻ തന്നെയാണ്. ആ ഒരു ടോപ്പിക്കും പഠിച്ചിട്ട് പോവുക, പ്രോബ്ലം പഠിക്കുക. ആൻഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് കിലോമീറ്റർ, ആ ഒരു പ്രോബ്ലം പഠിക്കാം. ആൻഡ് തേർഡ് മൊഡ്യൂൾ വരുമ്പോൾ പ്രോസസ് അക്കൗണ്ട് 50 മാർക്സിന് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വന്നിട്ടുണ്ട്, പ്രോസസ് അക്കൗണ്ട്, അതും പഠിച്ചിട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ്സ് ഓഫ് ജോയിൻറ്റ് പ്രൊഡക്ട്സ് പഠിക്കുക. ഇനി മൊഡ്യൂൾ 4 പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. അതേപോലെ തന്നെ റിവേഴ്സ് കോസ്റ്റ് മെത്തേഡും പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്ന ഒരു 5 മാർക്സിനൊക്കെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അതേപോലെ തന്നെ ഡിഫറൻഷ്യേറ്റ് വിത്ത് അബ്സോർപ്ഷനൽ ആൻഡ് ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങും പഠിച്ചിട്ട് പോവാം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബ്രേക്ക് ഇവൻ പോയിന്റും ബ്രേക്ക് ഇവൻ ചാർട്ടും ഒക്കെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇനി ലാസ്റ്റ് മൊഡ്യൂളിൽ വരുമ്പോൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് സ്റ്റെപ്സ് ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ പഠിക്കുക, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പഠിക്കുക, ക്യാഷ് ബഡ്ജറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സബ്ജക്റ്റിൽ 50 മാർക്സിന് പ്രോബ്ലമായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാഷ് ബഡ്ജറ്റ്, മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കോൺട്രാക്റ്റ് അക്കൗണ്ട്, പ്രോസസ് അക്കൗണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോൺട്രാക്റ്റ് അക്കൗണ്ടും പ്രോസസ് അക്കൗണ്ടും സിമ്പിളാണ്, നിങ്ങളെല്ലാവരും അത് പഠിച്ചിട്ട് പോകണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു സബ്ജക്റ്റിലെ എല്ലാ മൊഡ്യൂൾസിലെയും തിയറി നോട്ട്സ് ആണ്. അതായത് ഷോർട്ട് നോട്ട്സുകളാണ്, നമുക്ക് 5 മാർക്സിനും അതേപോലെ 2 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉള്ള തിയറി നോട്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ യൂണിറ്റ് 1 പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ജോബ് കോസ്റ്റിംഗ് പഠിക്കുക, അതേപോലെ തന്നെ EBQ പഠിക്കുക, അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് ബാച്ച് കോസ്റ്റിംഗ് പഠിക്കുക. നെക്സ്റ്റ് മൊഡ്യൂൾ 1 യൂണിറ്റ് 2 വരാൻ ചാൻസ് ഉള്ള തിയറി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് പഠിക്കുക, അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആൻഡ് ജോബ് കോസ്റ്റിംഗ് പഠിക്കുക. ആൻഡ് 2 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് പഠിക്കാം കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് വർക്ക് സർട്ടിഫൈഡ് പഠിക്കുക, വർക്ക് അൺസർട്ടിഫൈഡ് പഠിക്കുക, വാട്ട് ഈസ് റിട്ടൻഷൻ മണി പഠിക്കുക, അതേപോലെ തന്നെ വാട്ട് ഈസ് നോഷണൽ പ്രോഫിറ്റ് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഓർ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്, അത് പഠിച്ചിട്ട് പോകാൻ നിങ്ങളിവിടെ കൊടുത്തേക്കുന്നത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ എക്സ്കലേഷൻ ക്ലോസ് പഠിക്കുക. ഇനി മൊഡ്യൂൾ 2 പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് പഠിക്കുക. ഇനി മൊഡ്യൂൾ 3 പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 3 യൂണിറ്റ് 1 പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെഫിനേഷൻ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് പഠിക്കുക, അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് പഠിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ് പഠിക്കുക, അതേപോലെ തന്നെ വേസ്റ്റ്, സ്ക്രാപ്പ്, സ്പോയിലേജ്, ഡിറ്റക്റ്റീവ്സ്, ഇത്രയും ടോപ്പിക്സുകൾ ഷോർട്ട് നോട്ട്സുകൾ പഠിച്ചിട്ട് പോവുക. ഇനി യൂണിറ്റ് 2 മൊഡ്യൂൾ 3 യൂണിറ്റ് 2 പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് പഠിക്കുക, ഡിഫൈൻ ജോയിൻറ്റ് കോസ്റ്റ് പഠിക്കുക, ജോയിൻറ്റ് പ്രൊഡക്റ്റ് പഠിക്കുക, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, അതേപോലെ തന്നെ ഡെഫിനിഷൻ ഓഫ് ബൈ പ്രൊഡക്ട്സ് പഠിച്ചിട്ട് പോകുക. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇനി മൊഡ്യൂൾ 4 പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിഫൈൻ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റിംഗ് പഠിക്കുക, ബ്രേക്ക് ഇവൻ ചാർട്ട്, ബ്രേക്ക് ഇവൻ അനാലിസിസ് പഠിക്കുക. ആൻഡ് ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 മാർക്സ് ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിങ്ങും എന്തായാലും പഠിച്ചിട്ട് പോകാം.
ആൻഡ് ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ബഡ്ജറ്റ് പഠിക്കുക, ഡിഫൈൻ ബഡ്ജറ്റ് പഠിക്കുക, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ബഡ്ജറ്റ് പഠിക്കുക, ഡിഫൈൻ ബഡ്ജറ്റിംഗ് പഠിക്കുക, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്റിംഗ് പഠിക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ ബഡ്ജറ്റ് ആൻഡ് ഫോർകാസ്റ്റ് പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ പഠിക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റോളിംഗ് ബഡ്ജറ്റ് പഠിക്കുക. അതേപോലെ തന്നെ സീറോ ബേസ് ബഡ്ജറ്റിങ്ങും പഠിച്ചിട്ട് പോവുക. ഇത്രയും ഷോർട്ട് നോട്ട്സുകൾ അല്ല, തിയറി ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പം ഞാനിവിടെ കൊടുത്തേക്കുന്നത് പ്രോബ്ലംസ് കൊടുത്തിട്ടില്ല, ഷോർട്ട് നോട്ട്സുകളാണ്, തിയറി നോട്ട്സുകളാണ്. അതേപോലെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാനിവിടെ കൊടുത്തേക്കണ എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ.